ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയുടെ കാൽ പിടിക്കാൻ പോലും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ തയ്യാറാവുന്നുണ്ട്. ഇത്രയും കാലം എൻ്റെ കാലും കൈയൊന്നും പിടിക്കാൻ നിങ്ങൾ വന്നിട്ടില്ലല്ലോ, എന്നെ എവിടെ നിന്ന് കണ്ടാലും കുറ്റം പറയാനല്ലേ നിങ്ങളും നിങ്ങളുടെ മകനും മകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്തിനാണ് ഇതും പറഞ്ഞ് എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? ഞാൻ എന്തൊക്കെയാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ മകളെ ഞാൻ സഹായിക്കില്ല, അവളെയൊന്നും സഹായിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയോട് മോഹിനി പറയുന്നുണ്ട്. എന്നെ ദ്രോഹിച്ചാൽ പോലും ഞാനത് സഹിച്ചേനെ, പക്ഷെങ്കിൽ എൻ്റെ കൊച്ചുമോളെ പോലും ഇല്ലാതാക്കാൻ അവൾ ശ്രമിച്ചിട്ടുണ്ട്. അവൾ അത്രയേറെ ക്രൂരത ആ കുടുംബത്തോടും മഹിയോടും കുഞ്ഞിനോടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും പറഞ്ഞ് ഞാൻ എന്തായാലും അവരുടെ മുമ്പിലോട്ട് പോയി അവിടുന്ന് നിങ്ങളെ മകൾക്ക് വേണ്ടി സംസാരിക്കുകയില്ല. നിങ്ങൾ തന്നെയാണല്ലോ കരുണയെ വളർത്തി ഇത്രത്തോളം ആക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാവം കൂടെ നിങ്ങൾ തന്നെ അങ്ങ് സഹിച്ചോ, എന്തായാലും എന്നെ ഇതിന് കൂട്ടുപിടിക്കണ്ട എന്നൊക്കെ മഹാലക്ഷ്മിയുടെ അമ്മയാണെങ്കിൽ തീർത്ത് പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയോടും കരുണയോടാണെങ്കിൽ. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അല്ലെങ്കിലും അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, മുത്തശ്ശി ഒന്നും അമ്മയോട് പറയാൻ പോകണ്ട. കാരണം അമ്മയ്ക്ക് എന്നും അവൾ തന്നെയാണ് പ്രിയപ്പെട്ടത്. ഞാൻ പിന്നെ അമ്മയുടെ കണ്ണിൽ എപ്പോഴും കരടാണല്ലോ. അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല മുത്തശ്ശി. അതുകൊണ്ട് അമ്മയുടെ കാലും കൈയും പിടിക്കേണ്ട, എന്തിനാ വെറുതെ അമ്മയുടെ മുമ്പിൽ നാണം കെടാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് മോഹിനിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മോഹിനി പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും നാക്കൊക്കെ ഉണ്ട് അല്ലേ? ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചത് നീ എന്താ മിണ്ടാത്തത് എന്നാണ്. കാര്യം കാണാൻ നീയൊക്കെ എന്തും ചെയ്യുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നീ ഇത്രയും ദിവസം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നല്ലപോലെ അങ്ങ് നിൽക്കും. നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ നീ എൻ്റെ അടുത്ത് ഒന്നും എതിർത്ത് പറയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരിക്കലും ആരോടും വേണ്ടി ഇനി സംസാരിക്കുകയില്ല. നിനക്ക് വേണ്ടി സംസാരിച്ച ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അതിനൊക്കെ ഇല്ലാതാക്കിയതും നീ തന്നെയാണ്. അത് നീ മറന്നു പോവണ്ട എന്നൊക്കെ നമ്മുടെ മോഹിനിയുടെ മുമ്പിൽ വെച്ചിട്ട് മോഹിനിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, വേറൊരു വഴിയുമില്ല, അവളുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നുണ്ട്, അതിനെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണം, അതും നിൻ്റെ പേരക്കുട്ടി തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മോഹിനി പറയുന്നുണ്ട്, എന്തൊക്കെ തന്നെ അമ്മ എവിടെന്ന് പറഞ്ഞാലും ഞാനൊന്നും തന്നെ ചെയ്യില്ല. അമ്മയ്ക്ക് പോകണമെങ്കിൽ അത്ര നിർബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ല്, കമലേശ്വരത്ത് ദുർഗയുടെ പോയി കാല് പോയി പിടിക്കുക, വേണമെങ്കിൽ ഉണ്ണിയുടെ കാല് പിടിച്ചോ, അവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ കണ്ണനോടും മഹിയോടും സംസാരിച്ചാൽ പോലും അവരങ്ങോട്ടേക്ക് സ്വീകരിക്കില്ല. ആദ്യം അവരോട് കാര്യങ്ങളൊക്കെ പോയി പറയാമെന്നൊക്കെ നമ്മുടെ ദുർഗയുടെ പറ്റിയിട്ട് മോഹിനി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അത് ശരിയാണല്ലോ, എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ ദുർഗയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കമലേശ്വരം വീട്ടിലെത്തുന്നുണ്ട്. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ. എൻ്റെ മോളുടെ ജീവിതം ആപത്തിലാണ്, അവൾക്ക് വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി അതിനെങ്കിലും പരിഗണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയോട് ദുർഗ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒന്നും തന്നെ പരിഗണിക്കാൻ പോകുന്നില്ല. എൻ്റെ മകനോട് വേണമെങ്കിൽ പരിഗണിക്കാൻ നിങ്ങൾക്ക് പറയാം, കാരണം അവൻ്റെ കുഞ്ഞാണല്ലോ അവളുടെ വയറ്റിൽ വളരുന്നത്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇതിലൊന്നും തന്നെയില്ല. അവനോട് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ദുർഗയാണെങ്കിൽ അകത്ത് പോയി നമ്മുടെ ഉണ്ണിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഉണ്ണിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയുടെ മുത്തശ്ശി വന്നിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെയോ നിന്നോട് പറയണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ചെല്ലട്ടെ അമ്മേ, എന്തെങ്കിലുമൊക്കെ പറയാനും മേടിക്കാനൊക്കെ എനിക്ക് തിരിച്ചിങ്ങോട്ടേക്ക് കിട്ടിയാൽ അതായിരിക്കും വലിയൊരു കാര്യം. ഞാൻ എന്തായാലും ഈ അവസരം മുതലാക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് എന്നൊക്കെ ദുർഗയോട് ഉണ്ണി പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് പോകുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയെ കണ്ണുടൻ തന്നെ കാലൊക്കെ പിടിക്കാൻ തയ്യാറാകുന്നുണ്ട്. എൻ്റെ പൊന്നുമോനെ, നീ അവളെ മറന്നാലും നിൻ്റെ കുഞ്ഞിനെ നീ മറക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അത് എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞ് നിൻ്റെ തന്നെയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇതിന് തന്നെയാണ് ഞാൻ മനസ്സിൽ കാത്തു നിന്നതെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് മുത്തശ്ശിയോടാണെങ്കിൽ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടത്, എത്ര സ്വത്താണ് വേണ്ടത് എന്ന് പറഞ്ഞോളൂ, ഞാൻ അതൊക്കെ നിൻ്റെ പേരിൽ എഴുതിത്തരാം എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ വീടും പറമ്പും എല്ലാം എൻ്റെ പേരിൽ എഴുതണം. എന്തായാലും എൻ്റെ അച്ഛൻ മരിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് സ്വത്തൊന്നും കിട്ടാതെ പോയതും ഞാൻ ഈ അവസ്ഥയിലെത്താൻ കാരണം. അതിനൊക്കെ നിങ്ങളുടെ മകനും മകളൊക്കെ കാരണമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുരയിടം എനിക്ക് തന്നെ തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയോട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, പ്രതാപനെ ജയിലിൽ നിന്ന് ഇറക്കാൻ തന്നെ, കോടതിയിൽ നിന്നൊക്കെ ഇറക്കാൻ തന്നെ ഒരുപാട് കാശ് എന്തായാലും മുടങ്ങും, പിന്നെ കണ്ണനും കൊടുക്കാനുണ്ട് ഒരുപാട്. അതുകൊണ്ട് എന്തായാലും ഇതൊന്നും തരാൻ പറ്റില്ല, നീ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അതൊക്കെ തരാം, കാരണം ഇതൊക്കെ വിറ്റാൽ മാത്രമേ എനിക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയോട് ഉണ്ണി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങളുടെ മകളെ നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ചോളൂ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണി എപ്പോഴും ഒരു മണ്ടൻചാരാണ് എന്നാണ് നമ്മുടെ എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഉണ്ണിക്ക് നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മുത്തശ്ശി മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയോട് ഞാനൊന്ന് ആലോചിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വന്ന് പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഉണ്ണിയാണെങ്കിൽ കമലേശ്വരം വീട്ടിൽ നിന്ന് പോകുന്നതൊപ്പം തന്നെ നമ്മുടെ മുത്തശ്ശിയും അവിടെ നിന്ന് പടി ഇറങ്ങുന്നുണ്ട് കമലേശ്വരം വീട്ടിൽ നിന്നാണെങ്കിൽ. അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് കരുണയോടാണ് പറയുന്നുണ്ട്,
നിന്റെ ഭർത്താവ് ഒരു ബുദ്ധിമതി തന്നെയാണ്. അവൻ എൻ്റെ പുരയിടവും എൻ്റെ പറമ്പൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്നും അവൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ സാധിക്കില്ല. കൊടുത്താൽ തന്നെ നിൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാനും എനിക്ക് കഴിയില്ല. ഇത് മാത്രമേ എൻ്റെ സ്വത്ത് എന്ന് പറയാനുള്ളൂ. ഈ വീടൊക്കെ നിൻ്റെ അമ്മയുടെ പേരിലാണ്. അതൊക്കെ അവന് വേണ്ട. അവൻ എൻ്റെ സ്വത്താണ് വേണ്ടതെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ മുത്തശ്ശിയോട് നമ്മുടെ കരുണ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മുത്തശ്ശി ഇനി ആരടുത്തും കാല് പിടിക്കാനൊന്നും പോകണ്ട. ഞാനെന്തായാലും ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്, അല്ലാതെ വേറൊരു വഴിയുമില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ആലോചിച്ച് തീരുമാനം എടുക്കണം. ഇനി നിന്നെ കല്യാണം കഴിക്കാൻ ആരും വന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. നമുക്ക് എന്തായാലും ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്തായാലും ഒന്ന് കമലേശ്വരം വീട്ടിൽ പോയിട്ട് സംസാരിക്കാനൊക്കെ മുത്തശ്ശി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ കരുണയാണെങ്കിലും ഉണ്ണിയുടെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് കമലേശ്വരം വീട്ടിൽ പോകുമ്പോഴേക്കും ദുർഗയും ഉണ്ണിയാണെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, എന്നിട്ട് നമ്മുടെ ഉണ്ണിക്ക് വേറെ വിവാഹം കഴിക്കാൻ വേണ്ടി പദ്ധതിയൊക്കെ ഇടുന്നുണ്ട്. ഇതൊന്നും അറിയാതെ കരുണയാണെങ്കിൽ കമലേശ്വരം വീട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കമലേശ്വരം വീട്ടിലോട്ട് നമ്മുടെ ഉണ്ണീനെ കാണാൻ വേണ്ടി കരുണ പോകുമ്പോഴേക്കും നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ സ്വന്തം ചേച്ചീനെയും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവളോട് മാപ്പ് അപേക്ഷിച്ചാൽ ചിലപ്പോൾ കമലേശ്വരം വീട്ടിലോട്ട് തിരിച്ച് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് പോകാം മുത്തശ്ശി, എന്നിട്ട് കമലേശ്വരം വീട്ടിലോട്ട് ഉണ്ണിയേട്ടനെ കാണാൻ വേണ്ടി പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ കരുണ എത്തുമ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, ഞാനിവിടെ പുറത്ത് നിന്നോളാം, നീ എന്തായാലും അകത്ത് കയറി കണ്ടോളൂ. അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ കരുണ വരുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണോ ഇനി ഇങ്ങോട്ടേക്ക് വന്നത്? എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പം തന്നെ ഇവിടുന്ന് കടന്നു പോയിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് കമലേശ്വരം വീട്ടിലോട്ട് തിരിച്ച് കയറാനാണെങ്കിൽ ഇവിടെ നിന്നിട്ട് കൂടുതൽ കാര്യമൊന്നുമില്ല. ഇനി എന്തായാലും അങ്ങോട്ടേക്ക് നിന്നെ കയറ്റി വിടുന്ന ഒരു പ്രതീക്ഷ നിനക്ക് വേണ്ട. എൻ്റെ കുഞ്ഞിനെയും ഭാര്യയും എന്ത് വിശ്വസിച്ചാണ് നീയുള്ള വീട്ടിലേക്ക് ഞാൻ വിട്ടയക്കുക? അതുകൊണ്ട് ആ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് കരുണയാണെങ്കിൽ ഇറങ്ങിയിട്ട് കമലേശ്വരം വീട്ടിലോട്ട് ദുർഗയും ഉണ്ണിയും കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണിയുടെയും കുഞ്ഞിനെ ഇല്ലാതാക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.